Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 31 എക്സ്റ്റെൻഡ് ചെയ്തു ജൂലൈയിൽ നിന്ന്. സോ അഡ്മിഷൻ എടുത്തതിന് ശേഷം ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് വന്നിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പാസ് ആകണമെങ്കിൽ എത്ര പെർസെൻറ്റേജ് മാർക്സ് വേണം? ഇന്റേണലിൽ മിനിമം പാസ് മാർക്ക് ഉണ്ടോ? എക്സ്റ്റേണലിൽ എത്രയാണ് പാസ്സാകാൻ വേണ്ടേ? രണ്ടും കൂടി വേണ്ട പാസ് മാർക്ക് എത്രയാണ്? ഇങ്ങനെ കുട്ടികളുടെ ഭാഗത്തുനിന്ന് വന്നുള്ള ഒരുപാട് സംശയങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം BCom, BBA, MCom ഈ 3 കോഴ്സസിനും ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഓൺലൈനായി കോച്ചിങ്ങും അതുപോലെ തന്നെ അഡ്മിഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ ഓഗസ്റ്റിൽ തന്നെ നമ്മൾ നമ്മുടെ ക്ലാസ്സസ് ആരംഭിക്കുന്നുണ്ട് MComന്റെ ഒക്കെ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്കറിയാം ഇന്റേണൽ വരുന്നത് 30%-നും 30%-ഉം എക്സ്റ്റേണൽ 70%-ഉമാണ്. അങ്ങനെ ടോട്ടൽ 100 മാർക്സ് വരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ എഴുതി മേടിക്കേണ്ട ഇത് 70 മാർക്കിൻ്റെ എക്സാമും ദെൻ ഇന്റേണൽ എന്ന് പറയുമ്പോൾ നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. അതിന് 30 മാർക്സ് ആണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ രണ്ടും കൂടിയിട്ടാണ് 100 മാർക്സ് വരുന്നത്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ. The continuous internal evaluation CIE shall be on the basis of the assignment. Then CIE continuous internal evaluation carries 30% of total marks unless otherwise specified in the curriculum. അപ്പോൾ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എൻ സെമസ്റ്ററിൽ വരുന്ന എക്സാമിന് ഞാൻ പറഞ്ഞു 70% ആണ് അതിൻ്റെ പെർസെൻറ്റേജ് ഔട്ട് ഓഫ് 100 വരുന്നത്. എൻ സെമസ്റ്റർ ഇവാലുവേഷൻ 70% of total marks are unless explicitly stated otherwise in the curriculum. The university adheres to the semester system with the end semester evaluation schedule to be taken place at the conclusion of each semester. ഇതാണ് ഇന്റേണലും എക്സ്റ്റേണലും സെപ്പറേഷൻ വരുന്നത്. ദെൻ ഇതിലെ UGക്ക് നമുക്ക് 10 പോയിന്റ് സ്കെയിലും PGക്ക് 5 പോയിന്റ് സ്കെയിലും ആണ്. ഗ്രേഡിംഗ് സിസ്റ്റം ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ ടു അസസ് ലേണർ അച്ചീവ്മെന്റ്സ് യൂസിങ് എ സ്റ്റാൻഡർഡൈസ്ഡ് മെട്രിക് ദി യൂണിവേഴ്സിറ്റി എംപ്ലോയ്സ് ദി ഗ്രേഡിംഗ് സിസ്റ്റം. അപ്പോൾ ഗ്രേഡിംഗ് ആണ് ഫോർ UG പ്രോഗ്രാംസ്. ഗ്രേഡിംഗ് ഈസ് കണ്ടക്റ്റഡ് ഓൺ എ സ്കെയിൽ ഓഫ് 10 വൈൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് യൂട്ടിലൈസ് എ 5 പോയിന്റ് സ്കെയിലാണ്. അപ്പോൾ ഗ്രേഡ് ഇടുന്നത് UG പ്രോഗ്രാംസിനാണെങ്കിൽ അവിടെ 10 പോയിന്റ് സ്കെയിൽ. മാർക്കിന് 10 പോയിന്റ് സ്കെയിൽ എന്ന് പറയുമ്പോൾ എന്താ, മാർക്ക് ഗ്രേഡ് ഇടുമ്പോൾ അത് അല്ലെ 0 to 10 വരെ ഗ്രേഡ് പോയിന്റുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ദെൻ അത് PGക്ക് ആണെങ്കിൽ 5 പോയിന്റ് സ്കെയിലാണ്, 0 to 5 ആണ് വരിക. അഡീഷണലി പ്രൊവിഷൻ ഈസ് മെയ്ഡ് ടു അസൈൻ എ പെർസെൻറ്റേജ് ബാൻഡ് കറസ്പോണ്ടിങ് ടു ഈച്ച് ഗ്രേഡ്. ഇതാണ് നമുക്ക് എന്താണ് ടോട്ടൽ 100 മാർക്സിൻ്റെ സെപ്പറേഷനും പിന്നെ സിസ്റ്റം ഗ്രേഡിംഗ് സിസ്റ്റം ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇതിൽ പാസ് ആകാൻ എത്ര പെർസെൻറ്റേജ് വേണം എന്നുള്ളതിൻ്റെ ഗൈഡ് ലൈൻ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാ മൂല്യനിർണയ മാനദണ്ഡങ്ങൾ യൂണിവേഴ്സിറ്റി തന്നിട്ടുള്ള ഡീറ്റെയിൽ ആണ് കേട്ടോ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ തന്നെ അവർ വീണ്ടും പറഞ്ഞിരിക്കുന്നു. ഞാൻ ആദ്യം തന്നെ ഒന്ന് വായിക്കുന്നു. സർവകലാശാല വാഗ്ദാനം ചെയ്യുന്ന എല്ലാ UG PG പ്രോഗ്രാമുകളുടെയും മൂല്യനിർണയം, അത് നിരന്തര മൂല്യനിർണയം, അതാണ് CI കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ കേസ് പറഞ്ഞല്ലോ, CIE. എൻ സെമസ്റ്റർ എക്സാമിനേഷൻ ESE എന്നിങ്ങനെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. CIE ദെൻ ESE എന്നിവ 30:70% എന്ന അനുപാതത്തിലായിരിക്കും എല്ലാ പ്രോഗ്രാമുകൾക്കും അക്കാദമിക് കലണ്ടർ പ്രകാരം ഓരോ സെമസ്റ്റർ പൂർത്തിയാകുന്ന മുറയ്ക്ക് അതാത് പാഠ്യപദ്ധതി നിർദ്ദേശിച്ചിരിക്കുന്ന പ്രകാരം എൻ സെമസ്റ്റർ എക്സാമിനേഷൻ നടത്തുന്നതാണ്. യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാനിത് തരുന്നത് കേട്ടോ.
ഇനി നിരന്തര മൂല്യനിർണ്ണയം 30%. അപ്പോൾ ഇതാണ് ഇന്റേണൽ. ഇതിൽ എത്ര പെർസെൻറ്റേജ് വേണം പാസ്സാകാൻ, അല്ലെങ്കിൽ പാസ്സാകാൻ പെർസെൻറ്റേജ് മിനിമം വേണോ എന്നുള്ളതാണ് ചോദ്യം. ഇന്റേണലിൽ പാസ്സാകാൻ മിനിമം മാർക്ക് ഇല്ല. ഇന്റേണലിൽ മിനിമം പാസ് മാർക്ക് ഇല്ല. നോക്കിയേ, പഠിതാക്കളുടെ അക്കാദമിക് പ്രകടനം വിലയിരുത്തുന്നതിനായി സർവകലാശാല സ്വീകരിച്ചിരിക്കുന്ന നിരന്തര മൂല്യനിർണ്ണയത്തിന്റെ ഭാഗമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CIE ഒരു കോഴ്സിന് 2 അസൈൻമെന്റുകൾ പഠിതാക്കൾ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഒരു സബ്ജക്റ്റിന് നിങ്ങൾ 2 അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. പ്രോഗ്രാം വിജയിക്കുന്നതിന് ഓരോ കോഴ്സിനും 2 അസൈൻമെന്റുകൾ സമർപ്പിക്കേണ്ടതാണ്, നിർബന്ധമാണ്. നിരന്തര മൂല്യനിർണ്ണയം സംബന്ധിച്ച പൂർണ്ണമായ മാർഗനിർദ്ദേശങ്ങൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഓക്കെ, വെബ്സൈറ്റിൽ വരും. സെമസ്റ്റർ പരീക്ഷയ്ക്ക് വിജയിക്കാൻ മിനിമം മാർക്ക് 70 മാർക്കിന്റെ 30% ആയ 21 മാർക്കാണ്. അപ്പോൾ നമ്മൾ എക്സ്റ്റേണലിൽ 70-ൽ നമുക്ക് 30% മിനിമം വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 21 മാർക്ക്. 70-ൽ 21 മാർക്കാണ് മിനിമം നമുക്ക് എഴുതി മേടിക്കേണ്ടതിൽ വേണ്ട സ്കോർ. ബട്ട് പാസ്സാകണമെങ്കിൽ അത്ര പോരാ. ഔട്ട് ഓഫ് 100 എത്ര പാസ്സാകാൻ വേണം? അതാണല്ലോ മെയിൻ ചോദ്യം. അതാണ് നോക്കിയേ, സെമസ്റ്റർ പരീക്ഷയ്ക്കും നിരന്തര മൂല്യനിർണ്ണയത്തിനും കൂടി വിജയിക്കാനുള്ള മിനിമം മാർക്ക് 100 മാർക്കിന്റെ 35% 35 മാർക്കാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഔട്ട് ഓഫ് 100 പാസ് മാർക്ക് വേണ്ടത് 35%. യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിൽ എക്സ്റ്റേണലിൽ ഔട്ട് ഓഫ് 70 നിങ്ങൾക്ക് പാസ് പെർസെൻറ്റേജ് ഉണ്ട്. 70-ന്റെ മിനിമം 30% എങ്കിലും നിങ്ങൾക്ക് വേണം. അത് 21 അപ്പോൾ 21 മാർക്ക് 70-ൽ വേണം. ദെൻ ടോട്ടൽ നമുക്ക് പാസ്സാക്കണമെങ്കിൽ എത്ര വേണം? 35 വേണം ഔട്ട് ഓഫ് 100-ൽ. അപ്പോൾ ബാലൻസ് വേണ്ട മാർക്സ് ബാലൻസ് അല്ലേ വേണ്ട 35-ലേക്ക് എത്താൻ ബാലൻസ് എത്ര വേണം? 14 മാർക്ക് വേണം. അത് നമുക്ക് ഇന്റേണലിൽ കിട്ടണം. അപ്പോൾ അങ്ങനെ ടോട്ടൽ 35. അതല്ലാണ്ട് ഇപ്പോൾ ഇന്റേണലിൽ 20 മാർക്ക് ഉണ്ട് 30-ൽ, എക്സ്റ്റേണലിൽ ബാക്കി 15 70-ൽ. നിങ്ങൾ രണ്ടും കൂടി 35 ഉണ്ട്. ജയിക്കൂ? ഇല്ല, ജയിക്കില്ല. നിങ്ങൾക്ക് ഇന്റേണല് മിനിമം മാർക്ക് വേണമെന്ന് പറയുന്നില്ല. ബട്ട് എക്സ്റ്റേണലിൽ മിനിമം നമുക്ക് 21 മാർക്ക് വേണം. കണ്ടോ, എക്സ്റ്റേണലിൽ 21 70-ൽ. അതും ഇന്റേണല് മാർക്കും കൂടിയിട്ട് ടോട്ടൽ നമുക്ക് 35 മാർക്കാണ് പാസ്സാകാൻ വേണ്ടേ. കണ്ടോ ഇവിടെ പറയണത് നോക്കിയേ, നിരന്തര മൂല്യനിർണ്ണയത്തിന് മിനിമം മാർക്കില്ല. ഇന്റേണലിലെ മിനിമം പാസ് മാർക്ക് എന്ന് പറയുന്ന പരിപാടി ഇല്ല. ഇന്റേണലും എക്സ്റ്റേണലും കൂടി 35% മതി. ഇന്റേണലിൽ മിനിമം മാർക്ക് വേണ്ട, എക്സ്റ്റേണലിൽ മിനിമം മാർക്ക് വേണം. 70-ൽ 30%, അത് 21. ഇതാണ് സംഭവം. അപ്പോൾ ഇതാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത്. ഇനി ഗ്രേഡ് പോയിന്റിന്റെ കാര്യം കൂടി കാണിച്ചു തരാം. ഇതാണ് ഗ്രേഡും ഗ്രേഡ് പോയിന്റും. ഗ്രേഡ് ആൻഡ് ഗ്രേഡ് പോയിന്റ്സ്. ലെറ്റർ ഗ്രേഡ് O ഔട്ട്സ്റ്റാൻഡിങ്. ഗ്രേഡ് പോയിന്റ് 10 GP 90% അബോവ് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഗ്രേഡ് O ആണ്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്നത് O ആണ്, ഔട്ട്സ്റ്റാൻഡിങ് ആണ്. A+ എക്സലൻ്റ് ആണ്. ഗ്രേഡ് പോയിന്റ് 9 ആണ്. 80%-നും 90%-നും ഇടയിൽ വരുമ്പോഴാണ് നമ്മൾ A+ കൊടുക്കുന്നത്. 9 ഗ്രേഡ് പോയിന്റ്. A വെരി ഗുഡ്. ദെൻ എന്താണ് 8 ആണ് കൊടുക്കുക. 70-ക്കും 80-ക്കും ഇടയിൽ പെർസെൻറ്റേജ് വരുമ്പോഴാണ് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷനാണ്. ഇനി B+ ഗുഡ് 60%-നും 70%-നും ഇടയിൽ 70-ക്കും ഇടയിൽ വരുമ്പോൾ ആണ് ഫസ്റ്റ് ക്ലാസ്. ദെൻ B 50 ആൻഡ് എബവ് ബട്ട് ലെസ് ദാൻ 60% എന്ന് പറഞ്ഞിട്ട് അതും ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശരിക്കും 60% എബവ് ആകുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് പറയാം. ദെൻ നെക്സ്റ്റ് C ആവറേജ് 5 ഗ്രേഡ് 40 എബവ് ബട്ട് ലെസ് ദാൻ 50. ദെൻ P പാസ് ഗ്രേഡ് പോയിന്റ് 4 35% ബട്ട് ലെസ് ദാൻ 40%.
having 30% or above for ESE is necessary and sufficient condition for pass. അപ്പോൾ 35% പാസ്സാകാൻ വേണ്ടത്. എഫ് പിന്നെ ഫെയിലിയർ ആയി. ഓക്കെ, ആബ്സെൻറ്റ്, FE ഫെയിൽഡ്. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രേഡിംഗ് സിസ്റ്റം. ഓക്കെ, ഗ്രേഡിങ്ങിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് പാസ്സാകാൻ വേണ്ട മാർക്സ് ഇൻറ്റേർണലിലും എക്സ്റ്റേണലിലും എങ്ങനെയാണ്, ടോട്ടൽ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ജോയിൻ ചെയ്ത കുട്ടികൾക്ക്. സോ ഇനി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പഠനം ആരംഭിക്കുകയാണ്. ഇതിലെ BCom BBA കോഴ്സസിനൊക്കെ 4 ഇയർ UG വന്നുകൊണ്ട് തന്നെ സിലബസിൽ മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ കിട്ടണം പഠനം ആരംഭിക്കാൻ. സിലബസ് ഓൾറെഡി വന്നിട്ടുണ്ട്, ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സെമസ്റ്ററിലത്തെ പേപ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ്. MCOമിനൊക്കെ പ്രീവിയസ് സിലബസ് തന്നെയാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ MCOമിൻ്റെ ക്ലാസ്സസ് ഓഗസ്റ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചുള്ള ഫസ്റ്റ് വീക്കിൽ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.